ഇതിനകത്ത് ഇതുവരെ ഉള്ളതെല്ലാം കൂലിക്കാരായിരുന്നു, ഓപ്പറേറ്റർ ആണ് പിടിച്ചേക്കുന്നതെന്നാണ് ഇപ്പം വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് നമുക്ക് മനസ്സിലാവുന്നത്. ഞാൻ ആദ്യമേ പറയാറില്ലേ, നമ്മളെല്ലാം തൊഴിലാളിയാണ്. ഉണ്ണികൃഷ്ണൻ പോയിട്ട് തൊഴിലാളി, മൂരിബാബു തൊഴിലാളി ഒക്കെ ഉണ്ട്. ഇനി 2-3 പ്രഗത്ഭരുണ്ട് കേട്ടോ, 1-2 പേരുണ്ട്, ആരും ശ്രദ്ധിക്കാതെ ഇങ്ങനെ മമ്മി ഇരിക്കുന്നുണ്ട്. ഒന്ന് തന്ത്രിയും ഒന്ന് മറ്റേ മേൽശാന്തിയും. ഇവർക്ക് ഇതിനകത്തുണ്ടായിരുന്ന റോള് എത്രത്തോളം ഉണ്ടെന്നുള്ളതിനെ പറ്റി വളരെ കൃത്യമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അയ്യപ്പന്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആളായിരുന്നു ഇദ്ദേഹം. ഹരിവരാസനം ഞങ്ങളുടെ അമ്മൂമ്മയായിരുന്നു. പിന്നെ അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ പുള്ളി അവിടെ വീണിയാവുമായിരുന്നു. ഇപ്പൊ നോക്കിയപ്പോ യോഗദണ്ഡ് അത് പുള്ളിയുടെ മോൻ കൊണ്ടുപോയിട്ട് പണിഞ്ഞിട്ടുണ്ട്. അത് അതിന്റെ ഡീറ്റെയിൽസ് ഇപ്പം നിലവറ തുറന്നപ്പോ കിട്ടി. കാരണം പുള്ളിയുടെ പഴയ 8 പഴയ നല്ല നായർ കുടുംബമാണ് ആറന്മുളയിലെ. 8 സംവിധാനമൊക്കെ ഉണ്ട്. അപ്പൊ ഈ നിലവറകളാണ്. നിലവറകളിൽ കയറി ഈ പറയുന്ന SIT ഇതുവരെ ഉള്ളവരെ ഉള്ള ഉദ്യോഗസ്ഥന്മാരുടെ കാര്യം നോക്കുമ്പോൾ, അല്ലെങ്കിൽ അന്വേഷിച്ചവരെയും അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്തവരുടെയൊക്കെ മൊഴിയൊക്കെ എടുത്തിട്ടുള്ള ആരുടെയും വീട്ടിൽ കയറി പരിശോധിച്ചില്ല. നിങ്ങൾ നോക്കിയായിരുന്നു? അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി പരിശോധിച്ചു. വീട്ടിൽ കയറി പരിശോധിക്കണമെങ്കിൽ അവശിഷ്ടങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാനും റെക്കോർഡുകൾ ഉണ്ടാവാനും സാധ്യതയുള്ള, അല്ലെങ്കിൽ അത്തരത്തിൽ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇൻവോൾവ്മെന്റ് എല്ലാ കാര്യങ്ങളും നടത്തിയിട്ടുള്ള ആള്, അല്ലെങ്കിൽ അത്തരത്തിൽ തെളിവുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു വീട് എന്നുള്ള രീതിയിലാണ്. ഒരുപക്ഷെ സ്വർണം പോലും ഈ പറയുന്ന ബാക്കി വരുന്നതോ മിച്ചം വരുന്നതോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഒളിപ്പിച്ചാൽ ഒരുപക്ഷെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും ഉന്നതർക്കും ഒക്കെ കയറി ചെല്ലാൻ പറ്റും. ഇവിടെ ആവുമ്പോൾ പെട്ടെന്ന് കയറി ചെല്ലാൻ പറ്റത്തില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.